ശരി അഭിലാഷ്, ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് വിലക്ക് അല്പം നിമിഷങ്ങൾക്ക് മുൻപാകണം വന്നതെന്ന് കരുതുന്നു. കാരണം പ്രമീള ദേവി ഇപ്പോൾ ഈ 2 മണിക്ക് നമ്മളോട് പ്രതികരിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ പതിവില്ലാത്ത രീതിയിലാണ് നേതാക്കൾ പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്മൃതി, ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതോടൊപ്പം തന്നെ താൻ ഏതെങ്കിലും തരത്തിൽ രാജ്യസന്നദ്ധയെ അറിയിച്ചോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാധ്യമ വാർത്തകളെ നിഷേധിക്കാനും അദ്ദേഹം ഒരുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ താൻ ഈ സ്ഥാനത്ത് തുടരണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേന്ദ്ര നേതൃത്വം. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വിജയമുണ്ടാകുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തം എല്ലാവരിലേക്കും വിധിച്ചു പോവുകയും അതോടൊപ്പം തന്നെ പരാജയമുണ്ടാകുന്ന പക്ഷം തന്നിലേക്ക് മാത്രം ഒരാളിലേക്ക് മാത്രം അത് ചുരുങ്ങുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കെ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ രാജിവെക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുരളീധരൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം നേരത്തെ നടന്നിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വയനാട്ടിലാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ചെറിയ തരത്തിലാണെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ കെ സുരേന്ദ്രൻ പറയുന്നു. പാലക്കാട്ട് കോർ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യം അതിലെ സൂചനകൾ തന്നെ അദ്ദേഹം പറയുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ പരസ്യ പ്രസ്താവനകളൊക്കെ പരിശോധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഏതെങ്കിലും നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇനി യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലേക്കും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾക്കും ഒക്കെ നൽകി എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം നേരത്തെ രഘുനാഥുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഏതായാലും ബി ജെ പിയിൽ കലഹം മൂക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ പരസ്യ പ്രതികരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടാവുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. സ്മൃതി.